ഇടുക്കിയിൽ മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് ഓഗസ്റ്റ് 8-ന് ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. നാളെ ഓഗസ്റ്റ് 9-നും കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കിയിൽ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മഴ ശക്തമായി തുടരുകയാണ്. ഇന്ന് രാവിലെ പുറത്തുവന്ന കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും മഴ ലഭിച്ചു. ഇടുക്കിയിലെ മയിലാടുംപാറ, പീരുമേട്, ഇടുക്കി, മൂന്നാർ, ഉടുമ്പന്നൂർ, സൈങ്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലും മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് പിന്നിൽ പ്രധാനമായും കേരളത്തിന് മുകളിലുള്ള ശക്തമായ പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ സ്വാധീനമാണ്. അതോടൊപ്പം ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദ പ്രദേശവും കാലാവസ്ഥാ സാഹചര്യങ്ങളെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മണ്ണിടിച്ചിലിനോടനുബന്ധിച്ചുള്ള മറ്റ് അപകടങ്ങൾക്കും സാധ്യതയുണ്ട് എന്നതാണ്. ശക്തമായ മഴ ലഭിക്കുന്ന സമയത്ത് മലഞ്ചെരിവുകളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും പ്രത്യേകം ജാഗ്രത ആവശ്യമാണ്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും മരങ്ങൾ കടപുഴകി വീഴാനും ഇതുമൂലം ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കാഴ്ചപരിമിതി കുറയുന്നതും യാത്രയെ ബാധിച്ചേക്കാം. ഇടുക്കി പോലുള്ള മലയോര ജില്ലകളിൽ തുടർച്ചയായി മഴ ലഭിക്കുമ്പോൾ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ പോലും റോഡ് ഗതാഗതത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ യാത്ര ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാത്രികാല യാത്രകളിൽ അപകട സാധ്യത കൂടുതലായിരിക്കും. മഴ ശക്തമായിരിക്കുമ്പോൾ മലഞ്ചെരിവുകൾക്ക് സമീപം വാഹനം നിർത്തുന്നതും വെള്ളം കയറിയ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നതും ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. ഓഗസ്റ്റ് 8-9 തീയതികളിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനൊപ്പം ശക്തമായ കാറ്റിനും മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഉണ്ടെന്നാണ് IMD അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇപ്പോഴത്തെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇടുക്കിയിൽ യെല്ലോ അലർട്ടാണ്, റെഡ് അലർട്ട് അല്ല. അതിനാൽ അനാവശ്യ ഭീതി ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല. എന്നാൽ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും സാഹചര്യം മോശമാകുന്ന പക്ഷം സുരക്ഷിതമാകുന്ന സ്ഥലത്തേക്ക് മാറാൻ തയ്യാറാകുകയും വേണം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മാറാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ പിന്തുടരുന്നതും പ്രധാനമാണ്. ഇടുക്കിയിൽ മഴ ശക്തമായി തുടരുകയാണ്. മഴ ആസ്വദിക്കാനുള്ള കാലമാണെങ്കിലും മലനാടിൻ്റെ സ്വഭാവം മറക്കരുത്. സുരക്ഷയ്ക്ക് തന്നെയാകട്ടെ ആദ്യ പരിഗണന. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.